ദൈവം തമ്പുരാൻ മനുഷ്യന് കൊടുത്ത ആദ്യത്തെ കൽപ്പനയാണ് അരുത്. ആ വൃക്ഷത്തിലെ പഴം കഴിക്കരുത്. ആ കൽപ്പനയാണ് മനുഷ്യൻ ആദ്യം ലംഘിച്ചു. മനുഷ്യൻ മാത്രമേ ഉള്ളൂ അരുത് എന്ന കൽപ്പന ദൈവം തമ്പുരാൻ നൽകിയത്. വേറെ ജീവജന്തുക്കൾക്ക് അരുത് എന്ന കൽപ്പന നൽകിയിട്ടില്ല. കാരണം അവർക്ക് ആജന്മവാസനയായി ഒരു ഉള്ളിൽ അതുകൊണ്ട് അവരെ അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിൽ ചെന്ന് വിടാറില്ല. ഒരു മനുഷ്യനാണ് ധാർമ്മിക ബോധം ആവശ്യം, മോറൽ സെൻസ്. അത് ദൈവം തമ്പുരാനാണ് അവന് അധാർമിക ബോധം നൽകുന്നത്. എപ്പോഴാണോ ഈ അരുത് ലംഘിക്കുന്നത് അതാണ് പാപം. അതുകൊണ്ട് ഈ അരുതിന് മേൽ ഒരു അതിർത്തി, ഒരു അതിര് നമ്മൾ സ്വയം സൃഷ്ടിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഈ അരുത് ലംഘിക്കാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ഈ നോയമ്പ് കാലങ്ങളിൽ പലതിനോടും നമ്മൾ അരുത് കൽപ്പിക്കേണ്ടതായ ആവശ്യം. ധാരാളം അരുത്. എപ്പോഴാണോ ഈ അരുതിന്റെ അതിര് കടന്നു പോകുന്നത് അപ്പോഴാണ് പാപത്തിലേക്ക് വീണു പോകുന്നത്. നന്ദിക്കൂടെ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് തമ്പുരാൻ നമുക്ക് മാതൃകയായി മുമ്പിലുണ്ട്. കർത്താവിന് ശേഷം അപ്പോസ്തലന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോസ്തലന്മാർക്ക് ശേഷം ആദ്യകാല വ്രതാനുഷ്ഠാനികൾ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ടുണ്ട്. ഈ മാതൃക എല്ലാം കണ്ടും കേട്ടുമാണ് നമ്മൾ അതിര് എന്ന കൽപ്പന ലംഘിക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നോയമ്പിന്റെ നാളുകൾ കർത്താവിനെ മുറുക്കെ പിടിച്ചു വേണ്ട എന്ന് പറയുവാൻ, എന്താണ് എനിക്ക് ആവശ്യം എന്നുള്ള ധാർമ്മിക ബോധം ഉടലെടുക്കാൻ തക്കമാണ് നമുക്ക് ഇടയാക്കിയില്ല. നോയമ്പിന്റെ യാത്ര നമുക്കൊരു പുതിയ ഒരു അവബോധം നൽകട്ടെ. ആ ബോധപ്രകാരം നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ചിരിക്കും.